നേരെ സൈറ്റിലേക്ക് പോയി. സൈറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് സൈറ്റ്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോണം. ഇവിടുന്ന് റിവേഴ്സ് ഇറങ്ങിപ്പോകണ്ട, അതെല്ലാം അങ്ങോട്ട് കയറത്തില്ല. വഴിയുടെ സൈഡിൽ കൊണ്ടൊരു ബൈക്ക് കൊണ്ട് വെച്ചേക്കുണ്ട്. ഒന്നാമത് ഇവിടെ വീതി കുറവാണ്. താഴേക്ക് ഇറങ്ങിപ്പോ ചെറിയൊരു ഇറക്കം അങ്ങോട്ടെ. ഇറക്കം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കല്ലെടുക്കാം. സൈറ്റിൽ ആള് വന്ന് കിടപ്പുണ്ട്, ടിപ്പറും വന്ന് കിടക്കും. ഈ കാണുന്ന കല്ലിളക്കി ആ ടിപ്പറിലേക്ക് കയറ്റാനുണ്ട്. നമ്മുടെ ടിപ്പർ തന്നെയാണ്. ആദ്യം കല്ലൊന്ന് ഇളക്കി വെക്കാം. കല്ലിളക്കി കുറച്ച് കൂട്ടിയിട്ട് ടിപ്പറിലോട്ട് കയറ്റാം. ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ. ഇന്നലെ തൊട്ട് മഴയായിരുന്നു. ഈ കല്ലിളക്കി കൂട്ടിയിട്ട് അങ്ങോട്ട് കയറ്റാമെന്ന് വിചാരിച്ചോണ്ടായിരിക്കുന്നു. ടിപ്പർ അവിടെ നിന്ന് റിവേഴ്സ് വന്നാലേ ഇപ്പൊ കല്ല് കയറ്റിൽ നടക്കത്തുള്ളൂ. വീതി തീരെ കുറവായിട്ട് നമ്മൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. കയറ്റാൻ പറ്റുമോ തന്നെ സംശയം കേട്ടോ. നേരെ കല്ലിളക്കി തുടങ്ങി. നീ കയറ്റിയാലും കയറ്റില്ലേലും കല്ലിളക്കി. ഒരു സൈഡിലത്തെ കല്ലാണ് ഇളക്കണ്ടെന്നാണ് പറഞ്ഞത്. അത് ഈ സൈഡിൽ തന്നെ കൂട്ടിയാൽ മതി എന്നാണ്. അത് ആവശ്യമുള്ളതല്ല. ഏതാണ്ട് 1 മണിക്കൂർ പണിയേ ഉള്ളൂ. പിന്നെ മഴയും പിടിച്ച് ഇതൊക്കെ ഉള്ളു കേട്ടോ. രസം കൂടുതൽ വർക്കൊന്നും ഇപ്പം വരാനില്ലല്ലോ. ആ രീതിക്ക് ടിപ്പർ വിളിക്കാം. ഓരോ ബക്കറ്റ് പോയിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് ഇറക്കുകയൊക്കെ ചെയ്യാം. ടിപ്പർ അവിടെ കിടപ്പുണ്ട്. ടിപ്പർ റിവേഴ്സ് വരുന്നുണ്ട്. ഓരോ ബക്കറ്റ് കോരിയിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ട് വേണം ബാക്കി പോരാതെ. നേരെ റിവേഴ്സ് പോട്ടെ. കല്ല് കയറ്റി തുടങ്ങിയേ. ആ ചേട്ടനായിട്ട് പറഞ്ഞ എന്നാ ചെയ്യട്ടെ. ആ 2 സൈഡും കിടക്കണോ? ഒരു കാര്യം ചെയ്യാം. എന്നാ കല്ല് മൊത്തം വലിച്ച് പുറകോട്ട് എടുക്കാം. സെന്റർ നിർത്താൻ പറ്റുമല്ലോ. സൈഡിലായിട്ട് ഒപ്പം വലിച്ചു കൊടുക്കാം. ആ സൈഡോട്ടെ അതുപോലെ ഇളക്കി കൂട്ടാം സൈഡിലുള്ളത്. എന്നിട്ട് കയറ്റാന്ന. ആ ഇതിപ്പോ കല്ല് മൊത്തം ഇളക്കി കൂട്ടിയിട്ട് കയറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. നേരത്തെ ഇവിടെ കുറച്ച് കല്ല് ബാലൻസ് വെക്കണം. ബാലൻസ് വെച്ചാല് അവിടെ സൈഡ് കെട്ടാൻ തികയത്തുള്ളൂ. ഇപ്പം ഇവിടെ പണിയുന്ന ചേട്ടൻ വന്ന് പറഞ്ഞു പോയേ. കുറച്ച് വലിച്ചു കൂട്ടിയിട്ട് ലാസ്റ്റ് കയറ്റാൻ കല്ല്. കാണിക്കോ എന്താ ചെയ്തോളാം. ഇടയില്ലാത്ത എന്നാ ഇത്രയും വീതിയല്ലേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ 2 കല്ല് നിർത്തുക, 2 സൈഡിൽ നിർത്തിയിട്ടൊക്കെ പോരുക എന്നൊക്കെ പറഞ്ഞിട്ട് ചടങ്ങാം. ചടങ്ങെന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റാൻ പറ്റില്ലേ. ഇപ്പൊ ഇങ്ങനെ സൈഡിലോട്ട് ഒതുക്കി കഴിഞ്ഞാൽ ടിപ്പർ കയറാനുള്ള സ്ഥലം വേണ്ടേ. അതും നോക്കണമല്ലോ. ഇപ്പൊ ഈ കല്ലെടുത്ത് പുറത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇത് ഇവിടെ തന്നെ ഇടുക. ഇവർക്ക് ഇവിടെ കെട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഈ വഴി തന്നെ ഇടാനാണ്. പുറത്തേക്ക് ടിപ്പർ വെച്ച് കയറ്റുന്ന പരിപാടി ഇല്ല കേട്ടോ. ടിപ്പർ ഇങ്ങോട്ട് കയറി പറഞ്ഞതില് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാനം കുറച്ച് ഒതുക്കണം. പിന്നെ ടിപ്പറിന്റെ ടയർ ഇതിലേക്ക് കയറി വരും. 1 ലോഡ് കയറ്റി വെച്ചോളാനാ ചേട്ടൻ വന്നേക്കുന്നത്. നമുക്ക് 1 ലോഡ് കല്ലില്ല ഇവിടെ നിലവിൽ. കേട്ടോ അവിടെ കിടന്ന് കറങ്ങോ. ഏക്കാനും കുറച്ച് പുറകോട്ട് വലിച്ചു കയറ്റാം. വലിച്ചു കയറ്റിയിട്ട് കയറ്റാം. ഇത് ആകെ ഇടങ്ങേറായ സ്ഥലം കേട്ടോ. കയറ്റാൻ റിസ്ക്. അതായത് തെന്നിപ്പോയി. എങ്ങനെയും 2 ബക്കറ്റ് മണ്ണ് അല്ല 2 ബക്കറ്റ് കല്ല് കയറ്റി ഇടുകാന്നേ ഉള്ളൂ. വഴി പാലിയല്ല, ഇങ്ങനെ നീളത്തിലുള്ള കല്ലാണ്. ജെസിബിക്കും ടിപ്പറിന് നിന്ന് പണിയാനുള്ള സ്ഥലം ഉണ്ടായാലും ഇങ്ങനെയുള്ള നടപടിയുണ്ട്. നല്ല വലിയ കിറ്റാച്ചു വല്ലതായിരുന്നു. ഇറക്കമായോണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്നുണ്ട്. ഇഷ്ടപ്പറ്റ എത്തുകയേ ഉള്ളൂ കേട്ടോ. നല്ല കീറി വെച്ച കല്ലാണ്. നല്ല ലെവലായിട്ടുള്ള കല്ല. വീഡിയോക്കെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ എല്ലാവരും. അതിന് പ്രത്യേകം നന്ദി പറയുവാണ്. ഓരോ വീഡിയോസിനും നിങ്ങൾ ഓരോ കമന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീഡിയോ ഇടാൻ പ്രയോജനമാവുക.
വളരെ നന്ദിയുണ്ട്. അപ്പം 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടോ കേട്ടോ അങ്ങനെ ഇത്ര സബ്സ്ക്രൈബേഴ്സായ. ഇപ്പം ടിപ്പറുമായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-6 മാസത്തോളമായി കേട്ടോ. 5-6 മാസത്തിന് ഞാൻ ഇപ്പം ടിപ്പറൊന്നും നടക്കുന്നത്. ടിപ്പറും JCB കൂടെ ഒന്ന് പണിയില്ലേ, അത് 1 മണിക്കൂർ പണിയേ ഉള്ളൂ. 2 സൈഡിലും കയ്യാല കേട്ടോ. ഈ കല്ലങ്ങോട്ട് ഇളകി കയ്യാല വല്ല വെച്ചാൽ കയ്യാല ഇളകി പോവും, അതും നോക്കണം. മാത്രമല്ല ടിപ്പറിനാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാനും പറ്റുന്നില്ല, ചെളി കാരണം. എല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മഴക്കാറുണ്ട്, ഏത് സമയം മഴ പെയ്യാം. വണ്ടി ഇങ്ങോട്ട് കയറിയാൽ ഇനി ബാക്കി കല്ല് കയറ്റാൻ പറ്റുന്നുള്ളൂ, കുറച്ചുകൂടെ വലിച്ചു കയറ്റാം. വണ്ടി കയറത്തില്ലല്ലോ, നനവാ. ഇത് JCB ഇങ്ങോട്ട് വെച്ചിട്ട് വേണം ബാക്കി കല്ലുകൾ കയറ്റാൻ. ഇപ്പൊ കല്ലിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയിടാനോ അല്ലെങ്കിൽ കല്ല് കോരി വെക്കാനോ സ്ഥലമില്ല, അതാ വിഷയം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പണി നടക്കത്തുള്ളൂ ഇവിടുത്തെ. അപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ മൂലയൊക്കെ ഉണ്ടാകും കംപ്ലീറ്റ് കയ്യാല കെട്ടി നല്ല സെറ്റായിട്ട് കയ്യാല കെട്ടി വെച്ചേക്കുന്നതാണ്. ഉണ്ടക്കല്ലാണ് കല്ലങ്ങനെ ഉരുണ്ടായി വരും. ഇത് മറ്റേ പോള പോലത്തെ കല്ലായതുകൊണ്ട് പിടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സൈഡിലേക്ക് അങ്ങ് പോകും. സൈഡിലേക്ക് പോകുന്ന മാത്രമല്ല കയ്യാല പോയാലും പണിയല്ലേ. ആ ചേട്ടൻ താഴെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, എൻ്റെ കല്ലെടുത്ത് മാറ്റാൻ. നല്ല സൈസ് കല്ല് നോക്കി പുള്ളിക്ക് കെട്ടാനുള്ളത് മാറ്റിയിടുക. ഇത് കല്ലെല്ലാം മാറ്റിയിടുക, അത് ഞാൻ തന്നെ മാറ്റിയേ. ഇവിടെ മറ്റേ ഇന്റർലോക്ക് കട്ടയിടാൻ വേണ്ടിയാണ് ഈ കല്ല് പൊളിച്ചോളയുന്നത്. ഈ കല്ലിന്റെ പുറത്തൂടെ കട്ടയിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സംഭവം പൊളിച്ചോളയുന്നത്. കല്ല് പണിയുമ്പോൾ സൂക്ഷിച്ച് പണിതില്ലെങ്കിൽ സാധനം കിട്ടത്തില്ല. കല്ല് കല്ലിന്റെ വഴിക്ക് പോകും. പോളയായിട്ട് കിടക്കുന്നതല്ല, പോള അലക്കല്ല് പോലെ ഓരോ കല്ലും കിടക്കുന്നത്. ഈ വഴി പാകുള്ളതുകൊണ്ട് തന്നെ കട്ടി കുറച്ച് കീറി എടുത്ത പോലെ കിടക്കുന്നത്. നിങ്ങളെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1/4 കല്ലായി വണ്ടിയിൽ. ആ ചേട്ടൻ വീണ്ടും അവിടെ ഇറങ്ങി ഏതാണ്ട് കല്ല് പോരും കേട്ടോ. ഏതായാലും വണ്ടി ഇച്ചിരി പുറകോട്ട് കയറണമെങ്കിൽ ആ ടിപ്പറൊന്ന് വലിച്ചു കയറ്റണം. ഈ കല്ല് കുറച്ചൊന്ന് മടക്കി ഇങ്ങോട്ട് എടുത്തിട്ട് ടിപ്പർ വലിച്ചു കയറ്റാം. പൊതുവെ ഇപ്പം പണി കുറവാന്ന് തോന്നുന്നല്ലേ, മിക്ക വണ്ടികൾക്കും പണിയില്ല. അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തെ എവിടെ പണി വരാൻ? എല്ലാ വണ്ടിയും വീട്ടിൽ തന്നെ. കുറച്ച് ഇങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് JCB ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് പതുക്കെ കയറ്റുക രക്ഷയുണ്ട്. വണ്ടിയോട് പുറകോട്ട് കയറ്റിയപ്പോ തന്നെ അറ്റപ്പറ്റ എടുത്തുള്ളൂ കേട്ടോ. ടിപ്പർ വെച്ചിട്ട് അകലെയായിപ്പോയി. കറക്റ്റ് ബക്കറ്റ് ടിപ്പറിനുള്ളിലേക്ക് കയറി നിൽക്കും. എത്രമാത്രം ഏകദേശം പണി തീരാറായി. ഈ കല്ല് എന്നോട് കല്ല് കാണത്തുള്ളൂ. കല്ല് ചാടും എത്തുന്നില്ല. ഈ എന്നോടുള്ള കയറ്റി അവിടെ കൊണ്ട് കുത്തിയാൽ പണി കഴിയും കേട്ടോ. ഈ പറമ്പിൽ തന്നെയാണ് കുത്തുന്നത്. പറമ്പിൽ തന്നെ ഈ വഴി ഇവരുടെ വഴി തന്നെയത്. ഈ സ്ഥലത്തിന്റെ അവിടെ വീണ്ടും മുറ്റത്ത് കൊണ്ടിടുന്നു ഈ കല്ല്. ആ ചേട്ടൻ വഴി ഇളക്കാൻ നോക്കിയ സമയം കറക്റ്റായിപ്പോയി കേട്ടോ. ഈ പേര് പഴയത്ത് ഇപ്പൊ ഒന്ന് മഴ പെയ്താൽ പൂത്തിട്ട് ചെളിയാവും. ആ ചേട്ടൻ താഴെ കേട്ടോ കല്ല് മാറ്റാൻ. പുള്ളി വന്ന് ഇറങ്ങി ഓരോ കല്ലെടുത്ത് മാറ്റുക. നല്ല കല്ല് നോക്കി എടുത്ത് വെക്കുക കേട്ടോ. 3-4 വരെ കല്ലൂടെ ഉള്ളൂ. ആ കല്ലൂടെ കയറ്റി കഴിഞ്ഞാൽ തീരുക. കയറി പോകുന്നുണ്ടോ ചേട്ടാ? ഈ 1 ബക്കറ്റ് കല്ല് കയറ്റി കഴിഞ്ഞാൽ ടിപ്പർ കുറച്ചുകൂടെ പുറകോട്ട് വലിക്കാം. പുറകോട്ട് വലിച്ചിട്ട് ബാക്കി കല്ലൂടെ കയറ്റാം. പിന്നെ എൻ്റെ കൈയും കാലും കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് വെക്കും കല്ലിളക്കുക അതുണ്ടോ. പുള്ളി ഒന്ന് 2 കല്ലെടുത്ത് നോക്കിയിട്ടിട്ട് മുകളിലേക്ക് കയറും, വീണ്ടും ഇറങ്ങും. നല്ല സൈസ് കല്ലെല്ലാം പുള്ളി മാറ്റിയിടുക.
എൻ്റെ കല്ല് മുകളിലോട്ട് കയറ്റില്ല. അല്ല എല്ലാം കൂടെ ഇവിടെ ഇട്ട് പോയി എടുക്കലാണ്. അവിടെ ഇല്ല. ഇതുപോലുള്ള ചീടുകല്ല് ഇനി ചീടുകല്ല. ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശം കേട്ടോ. രാവിലെ തന്നെ ഇന്നലെ രാവിലെയൊക്കെ വെയിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മൂടലാ. ഇനി തെളിയാനാണോ എന്നൊരു പിടുത്തമില്ല. ഇന്നലെ രാവിലെ മൂടിയിട്ട് ഉച്ചയ്ക്ക് പിന്നെയും മഴ പെയ്താൽ. ഇന്ന് കഴിഞ്ഞ ദിവസം കിളക്കേന്റെ ബാലൻസ് കുറച്ച് കിളക്കാനുണ്ട്. അതിപ്പോ നടക്കുമോ എന്ന് അറിയത്തില്ല. എങ്ങനെയാണെന്ന് അറിയത്തില്ല. മഴ പെയ്താൽ നടക്കുമല്ല. ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. ഈ കല്ല് കോരണോ? ഇത് കോരണോ? ആ മതിയോ? കോഴിക്കോട് ഏകദേശം ഒരുപാട് കല്ലായി വണ്ടിയില്. അതിന്റെ ലാസ്റ്റ് ബക്കറ്റ് കല്ലാണ് കോരുന്നത്. അത് കോരിയാൽ കിട്ടത്തില്ല. അതിന് ആ ചേട്ടൻ ഒന്ന് പെറുക്കിയിടുക കേട്ടോ. വണ്ടിയിലേക്ക് വീണ്ടും ബക്കറ്റിലേക്ക് കോരിയിടുക. ഇനി കല്ലില്ല. ഇവിടുത്തെ വർക്ക് ഏകദേശം തീർന്നു കേട്ടോ. ഇനി വണ്ടിയായ ടിപ്പറ് കല്ലിടാൻ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി അവിടെ താഴുവോ പിടിക്കുമോ എന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോയി നോക്കാം. ലാസ്റ്റ് ബക്കറ്റോടെ കോരി എടുത്തേ. കഴിഞ്ഞല്ലേ ഏട്ടാ? കഴിഞ്ഞില്ലേ? ആ ഒന്ന് ഉറപ്പിച്ചാൽ മതിയല്ലേ? ആ ആ ആ ആ അതെയാ. അത് പൊക്കോട്ടെ. ഇന്നലെ ഈ വഴിയുടെ ഒന്നും ലെവൽ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. കാറ് കയറിപ്പോന്നുള്ളത് ഒരു നൈസ് പണിയുള്ളായിരുന്നു. താഴെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ലെവൽ ചെയ്ത് പോരാ. അതാകുമ്പം വേറെ കുഴപ്പമില്ലല്ലോ. ഈ ആദ്യം കല്ല് പൊളിച്ചില്ലേ, അവിടെ ഒന്ന് തൊട്ട് ലെവൽ ചെയ്ത് പുറകോട്ട് ഇറങ്ങി വരാം. പിന്നെ വണ്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല. ചെളിയായി കഴിഞ്ഞാലും അല്ല ചെളിയാവുമല്ലോ. എന്നാലും ചെളിയാവും മഴ പെയ്യുമ്പോ. പ്രത്യേകിച്ചിനകത്തൊന്നും നോക്കാനില്ല. പോരാ. അപ്പൊ കുത്തി പുറകോട്ട് കയറാൻ പറ്റത്തില്ല. ഈ പുറകോട്ട് കയറാനുള്ള പ്രശ്നം ഈ ബക്കറ്റ് കുത്തുന്നതാണ്. പിന്നെ താന്നു പോകും. വഴിയല്ലേ, ഉള്ളിൽ കാറൊക്കെ കയറിപ്പോന്നുള്ളതാണോ പറഞ്ഞത്. പിന്നെ ഒത്തിരി മണ്ണ് ഇട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ജെസിക്കും ചെയ്യാം. ജെസിക്ക് ചെയ്യുമ്പോൾ ചെറിയ പരിധിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒത്തിരി കല്ലുണ്ട് കയറ്റാൻ പാടായിരിക്കും. ഇതിപ്പോ കുറച്ച് കല്ല് ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പം കിട്ടി. ഒത്തിരി കല്ലുണ്ട് ഇളക്കുമ്പോൾ കൂടി കൂടി വരുമല്ലേ. കൂടി വന്നിട്ട് നമുക്ക് ബക്കറ്റിൽ കിട്ടാൻ വരും. ടിപ്പറിന്റെ അടിയിലേക്ക് കല്ല് കയറി പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കല്ല് ഉള്ളതുകൊണ്ട് വിഷയമില്ല. പിന്നെ എല്ലാം ഇവിടെ താന്നു പോകത്തില്ല. ഉറച്ച മണ്ണ അടിയില്. ഇതിപ്പോ എന്നാ കാണിച്ചാലും താന്നു പോകത്തില്ല. ഇപ്പൊ ഇളക്കുന്ന മണ്ണിന് മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് ചെളിയാവും. അല്ലെങ്കിൽ അത് ഒഴുകി പൊക്കോളും. ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള വിഷയമല്ല. അങ്ങോട്ട് ഇറങ്ങി പൊക്കോളൂല്ലോ വണ്ടി. ഇപ്പൊ എന്നാളും മഴ പെയ്യുമ്പോൾ കാറ് കിടന്ന് കറങ്ങും. കറങ്ങി കയറി പോട്ടു. നമ്മുടെ വീടിന് അങ്ങോട്ട് കയറുന്നില്ല. അവിടെ ഇതുപോലത്തെ അവസ്ഥയാണ്. കഴിഞ്ഞ വഴി ശരിയാക്കിയിട്ട് കാറൊന്നും കയറത്തില്ലായിരുന്നു അവിടെ അകത്ത്. കിടന്ന് കറങ്ങി ടയറ് പകുതി തീരും. കറങ്ങിയിട്ട് ലൂസ് മണ്ണ് കംപ്ലീറ്റ് കറക്കി കളഞ്ഞിട്ട് കുറച്ച് മണ്ണിലേക്ക് പിടിച്ചാലേ വണ്ടി കയറുള്ളൂ. ഇവിടുത്തെ വർക്ക് തീരാൻ പോണേ. ഈ ഒരു അഞ്ചടി കൂടെ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ തീരുവാ. ടിപ്പറവിടെ കല്ല് കുത്തിയിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ടിപ്പർ കിടക്കുന്നത്. ടിപ്പർ അങ്ങ് താഴെ കിടപ്പുണ്ടോ. അതിന് ലെവലായിട്ടാണ് ടിപ്പർ ഇങ്ങോട്ട് കയറിക്കൊണ്ട് വരെ. ടിപ്പർ കല്ല് കൊണ്ടിട്ടാണ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. കുത്തിയിട്ട് കയറിപ്പോയി. ഞാൻ പിന്നെ ഈ മഴ പിടിച്ച് അടങ്ങാൻ താഴുമെന്ന് ഉറപ്പായിരുന്നു.
അവിടെ പോയി കുത്തിയിട്ട് പടയിലും കയറി വന്നു കേട്ടോ. ഈ കട്ട വരിക്കാനുള്ള ഇനി അവര് വന്നിട്ട് ഇനി എടുത്ത് മാറ്റി കല്ലെടുത്ത് മാറ്റണം, ഇനി ലെവൽ ചെയ്യാനുള്ള വഴിയാണ്. കൂടുതൽ പണിയായിരിക്കാണ് അവരാ വഴിയുടെ ലെവലനുസരിച്ച് എന്തേലും കാണിച്ചോളൂല്ലോ. ഓരേ ടിപ്പർ കയറുമ്പോ ശരിയാവും. ഇതിന്റെ ടയർ കട്ടി കൂടില്ലല്ലേ. ആ ടിപ്പർ കയറട്ടെ, ഞാൻ കുറച്ച് വണ്ടി മുകളിലേക്ക് കയറ്റിടാം. ഇവിടുത്തെ പണി കഴിഞ്ഞാണ്. ഇവിടുത്തെ വർക്ക് ഏകദേശം തീരുമാനമായി. ഞാൻ ആ റോഡിലോട്ട് കയറ്റിട്ടാ, എന്നിട്ട് വാടകയൊക്കെ എഴുതി കൊടുക്കാം. എന്നാൽ രാവിലത്തെ ചെറിയ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ, ഇനി നേരെ അടുത്ത സൈഡിലേക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. വേറെ പണിയുണ്ടോന്ന് അറിയത്തില്ല. ഇന്ന് മഴയാണെങ്കിൽ നടക്കുമല്ല, അല്ലെങ്കിൽ പണിയാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്